പ്രൈസ് ഗോഡ്. നമ്മൾ ഒരു ചെറിയ സ്പേസ് പോലും നെഗറ്റിവിറ്റിക്ക് കൊടുക്കരുത്. അത് ചെറിയ ലൈറ്റ് അങ്ങനെ അങ്ങനെ അനുവദിക്കരുത്. ഒരു കഥ ഇങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ചുരുക്കം ഇതാ. ഒരുത്തൻ്റെ വീട് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. പുള്ളി അവസാനം ആ വീട് കൊടുക്ക് വാങ്ങിക്കാൻ എന്ന് പറഞ്ഞ് ഒത്തിരി നടന്നു. ആ ആൾ പറഞ്ഞു, ഇല്ല, ഞാനിത് താമസിക്കുന്ന വീടാണ്, അതുകൊണ്ട് എനിക്കിത് കൊടുക്കാൻ ഒരു പ്ലാനും ഇല്ല. അവസാനം പുള്ളി എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, അവസാനം എനിക്കൊരു ആണി അടിക്കാനുള്ളൊരു സ്ഥലം താ, എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് അതിനകത്ത് എന്തെങ്കിലും ഒന്ന് വേണം, ഒരു ആണി അടിക്കാനുള്ള സ്ഥലമെങ്കിലും നിങ്ങൾ എനിക്ക് തരണമെന്ന് പറഞ്ഞ് ഈ പുള്ളിയുടെ ഭ്രാന്തമായ ആഗ്രഹത്തെ അവർ മാനിച്ച് അങ്ങനെ ഒരു സ്ഥലം അവർ കൊടുത്ത് ഈ മനുഷ്യന് ഒരു ആണി അടിച്ചു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ആണിയിൽ ചീഞ്ഞളിഞ്ഞ ഇറച്ചി കഷ്ണം കൊണ്ടിട്ടു. ഇതെന്തോ പരിപാടി കാണിക്കുന്നത്, ഇതാണോ ഇവിടാണോ ഇത് ഇടേണ്ടി, അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇല്ലില്ല, ഇത് എൻ്റെ സ്ഥലമാണ്, ഇതെൻ്റെ ആണിയ, അവിടെ എനിക്ക് ഇടാനുള്ളത് ഇട്ടാൻ പറ്റുമ്പോൾ അതിന് വേറെ വകുപ്പൊന്നുമില്ല പറഞ്ഞ് അയാൾ അതിടുകയും ആ ചീഞ്ഞളിഞ്ഞ ഇറച്ചിയെ തപ്പി മറ്റേ ഈച്ച, പാറ്റ, എലി, അങ്ങനെ അതിനെ അട്രാക്ട് ചെയ്യുന്ന എല്ലാ നെഗറ്റിവിറ്റി അട്രാക്ട് ചെയ്ത് അവസാനം അവർക്ക് ആ ഭവനം വിട്ടു പോകേണ്ടി വന്നു. ഞാൻ പറഞ്ഞതാണ് ചെറിയൊരു ആണിയുടെ സ്ഥലം. അപ്പം നമ്മുടെ വിചാരത്തിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നതിനെ പറ്റി ഒരു ചെറിയ നെഗറ്റിവിറ്റി പോലും കയറാൻ നിങ്ങൾ അനുവദിക്കരുത്. നമുക്കറിയാം, അശുദ്ധാത്മാവിൻ്റെ ഓടിച്ചു വിട്ട ഒരു മത്തായി 12:43 അശുദ്ധാത്മാവിനെ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ ആ ആ പുള്ളി പിന്നെ വേറെ അടുത്ത സ്ഥലമൊക്കെ തപ്പി തിരിച്ചു വന്ന് നോക്കിയപ്പം ഇറക്കി വിട്ടേലും വൃത്തിയായിട്ട് ആ സ്ഥലം അകമിരിക്കുന്നു. പുള്ളി എന്ത് ഇടിച്ച് കയറി. പുള്ളി ഒരു 7 പേരെ അതിലും ശക്തമേറിയ ദുരാത്മാവിനെ കൊണ്ട് വന്നു. അതെന്തുകൊണ്ടാണ്? അവിടെ വേക്കൻ്റായിരുന്നു. നമ്മുടെ മൈൻഡ് എപ്പോഴും ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് ലൂക്കോസ് 11:13 എൻഡ് ചെയ്യുന്നിങ്ങനെ, അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനം കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരും. അപ്പം നമുക്ക് എപ്പോഴും ആ പരിശുദ്ധാത്മ ഫിൽഡായിരിക്കണം. അപ്പോൾ സ്ഥലം കാണരുത്. അല്ല, ദുഷ്ടൻ പോയി, ദൈവവുമില്ല ദുഷ്ടനുമില്ല, അങ്ങനെ ഒരവസ്ഥയില്ല പ്രിയമുള്ളവരെ. ഒന്നുകിൽ പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാ നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലില്ല, ദുഷ്ടൻ്റെ കയ്യിലാണത്. അതിനവസരം കൊടുക്കരുത്. ചെറിയൊരു ചിന്ത പോലും വരാൻ നിങ്ങൾ അനുമതി കൊടുക്കരുത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവനേക്കാൾ ശക്തിയേറെ 7 പേര് 16 അവനിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അതിനിടം കൊടുക്കരുത്. ഇതെപ്പോഴും നിറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് എഫെസ്യർ 4:27 പറയുന്നത്, പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറയുമ്പോൾ ഇടം കാണരുത്. എപ്പോഴും നമ്മുടെ ഉള്ള പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയിരിക്കണം. എന്തുകൊണ്ടാണെന്നറിയാം? അതുകൊണ്ടാണ് ചോദിച്ചാൽ എത്ര അധികം തരുമെന്ന്. കർത്താവ് റെഡിയാണ്. ഗോഡ് ബ്ലെസ് യു.